ജാഗ്രത. കോട്ടയം ഏറ്റുമാനൂരിൽ സംഘർഷത്തിനിടെ പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു. മാഞ്ഞൂർ സ്വദേശി ശ്യാം പ്രസാദാണ് മരിച്ചത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പെരുമ്പായിക്കാട് സ്വദേശി ജിബിൻ ജോർജിനെ പോലീസ് പിടികൂടി. തെള്ളകത്ത് തട്ടുകടയിലെ സംഘർഷത്തിനിടെയാണ് സംഭവം. വിവരങ്ങൾ ശ്രീത്ത് നൽകും. ശ്രീത്ത്, ഇയാൾക്ക് പ്രകോപനമായത് എന്താണ്? ശ്യാമിനെ കുത്താനുള്ള കാരണം അതെന്തായിരുന്നു? പരസ്പരം എന്തെങ്കിലും തരത്തിലുള്ള വാക്കേറ്റമോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, ഈ പോലീസുകാരനുമായുള്ള പ്രശ്നമല്ല. ഈ കടയിൽ ഒരു തർക്കമുണ്ടായിരുന്നു. ജിബിൻ ജോർജ് കടയിൽ ഉണ്ടായിരുന്നവരുമായ ഒരു തർക്കമുണ്ടായിരുന്നു. ഈ സമയം കടയിലേക്ക്, അതായത് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ജോലി കഴിഞ്ഞ ശേഷം വീട്ടിലേക്ക് പോകുന്ന വഴി ഈ തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാൻ കയറിയതായിരുന്നു ശ്യാം പ്രസാദ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അവിടേക്ക് എത്തിയതോടുകൂടി മറ്റുള്ളവർക്ക് ഇയാൾ പോലീസുകാരനാണെന്ന് അറിയാമായിരുന്നു. പോലീസ് എത്തിയിട്ടുണ്ട്, ഇനി നിന്നെ പിടിക്കും എന്നവർ പറഞ്ഞതോടെ പെട്ടെന്ന് ജിബിൻ ജോർജ് ഈ ശ്യാമിനെതിരെ തിരിയുകയായിരുന്നു. അങ്ങനെ ശ്യാമിനെ ആക്രമിക്കുകയായിരുന്നു. ശ്യാമിനെ ചവിട്ടി നിലത്തിട്ട ശേഷം നെഞ്ചിന് പലതവണ ചവിട്ടി എന്നാണ് പറയുന്നത്. ഇതാണ് വലിയ ഗുരുതരമായൊരു ആരോഗ്യ പ്രശ്നത്തിലേക്ക് കടക്കുകയും പിന്നീട് ഉടൻ തന്നെ മരണത്തിലേക്ക് പോവുകയും ചെയ്തത്. ഈ സംഭവം ഉണ്ടായ ഉടൻ തന്നെ ഈ പെട്രോളിംഗ് വാഹനം അതുവഴി കടന്നു പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരും പെട്ടെന്ന് ഇടപെട്ടപ്പോൾ ഈ ജിബിൻ ജോർജ് കടയിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഓടിച്ചിട്ട് ജിബിനെ പിടികൂടുകയായിരുന്നു. പിടിച്ച് ഈ പോലീസ് വാഹനത്തിലേക്ക് എത്തുമ്പോഴേക്കും ശ്യാം കുഴഞ്ഞു വീണിരുന്നു. ഉടൻ തന്നെ, അതായത് ഒരു ആശുപത്രി, കാരിത്താസ് ആശുപത്രിയുടെ മുന്നിലാണ്, അതിൻ്റെ ഗേറ്റിന് സമീപത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കയറ്റി. പക്ഷേ ശ്യാമിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. വളരെ ദാരുണമായൊരു സംഭവമാണ്. ഒരു അക്രമത്തിലൊരു പോലീസ് ഉദ്യോഗസ്ഥന് തന്നെ ജീവൻ നഷ്ടപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. മാഞ്ഞൂർ സ്വദേശിയാണ് ഈ ശ്യാം. ഭാര്യയും 3 കുട്ടികളും ഉണ്ട്. രാത്രി തന്നെ ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് അടക്കമുള്ളവർ ഈ സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു. എന്തായാലും ഉടൻ തന്നെ പോലീസിനെ പ്രതിയെ പിടികൂടാനായി എന്നുള്ളത് ഒരു ആശ്വാസമാണ്. ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനുകളിലടക്കം പല കേസുകളും ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരു നിരന്തരം ക്രിമിനലാണ് എന്നുള്ളതാണ്. എന്തായാലും ഇയാളെ ഇപ്പോൾ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. അവിടെ ചോദ്യം ചെയ്തു വരികയാണ്. അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തും. തുടർന്നായിരിക്കും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക. ഈ ശ്യാമിന്റെ മൃതദേഹം ഈ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ തന്നെയാണുള്ളത്. അല്പസമയത്തിന് ശേഷം അത് പുറത്തേക്ക് എത്തിക്കും. അതിനുശേഷം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകും. തുടർന്ന് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. രഞ്ജിത്ത്, ശ്രീത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. ചോറ്റാനിക്കരയിൽ ആൺസുഹൃത്തിന്റെ മർദ്ദനമേറ്റ് പെൺകുട്ടി കൊല്ലപ്പെട്ട സംഭവത്തിൽ തുടർ നീക്കവുമായി പോലീസ്. റിമാൻഡിലുള്ള സുഹൃത്ത് അനൂപിനായി ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. അനൂപിന്റെ സുഹൃത്തുക്കൾ, കൊല്ലപ്പെട്ട അതിജീവിതയുടെ പരിചയക്കാർ എന്നിവരുടെ മൊഴിയെടുക്കും. അനൂപിന്റെ ലഹരി ഇടപാടുകളെക്കുറിച്ചും ക്രിമിനൽ പശ്ചാത്തലവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതേസമയം അനൂപിനെതിരെ കൊലപാതകമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്താൻ പോലീസ് നിയമോപദേശവും തേടി. ഡാനി പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, പോലീസിന് കൃത്യമായ തെളിവുകൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കൊലപാതകത്തിൽ ഇയാളുടെ കാര്യങ്ങൾ, ഇയാളുടെ പങ്കാളിത്തം സംബന്ധിച്ച് മറ്റെന്തൊക്കെയാണ് ഇനിയുള്ള നടപടികൾ? രഞ്ജിത്ത്, ഇന്ന് കസ്റ്റഡി അപേക്ഷ കോടതിയിൽ സമർപ്പിക്കും. അതിനുശേഷമാണ് പിന്നീടുള്ള കേസിൻ്റെ ഒരു മുന്നോട്ട് പോക്ക് എന്ന് പറയുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ പോലീസിന് മുന്നിലുള്ള ഒരു വിഷയമെന്ന് പറയുന്നത് ഇയാൾക്ക് ഈ കൊലക്കുറ്റം നേരിട്ട് ചുമത്താൻ കഴിയുമോ എന്നത് സംബന്ധിയായ കാര്യങ്ങളിലാണ്. അതിൽ പോലീസ് നിയമോപദേശം തേടിയിട്ടുണ്ട്. നിലവിൽ ഈ മനഃപൂർവ്വമായ നരഹത്യ എന്ന രീതിയിലേക്കുള്ള ഒരു ചാർജാണ് ഇയാൾക്ക് ചുമത്തുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊലക്കുറ്റം ചുമത്താൻ കഴിയില്ല, നേരിട്ട് ചുമത്താൻ കഴിയില്ല എന്നൊരു നിഗമനത്തിൽ പോലീസ് എത്തി നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിയമോപദേശം തേടുന്നത്. പ്രത്യേകിച്ച് ഈ പെൺകുട്ടി തൂങ്ങി മരിക്കാനുള്ള ഒരു ശ്രമം നടത്തുമ്പോൾ ഇയാൾ അത് ആ ഷാൾ മുറിച്ച് ഇടുകയായിരുന്നു എന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന ഒരു മൊഴി. നിലവിൽ വന്നിരിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ ഒരു പിൻബലം, ആ ഒരു സാധുത മൊഴിക്ക് ലഭിക്കുന്നുമുണ്ട്.
അപ്പോൾ ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകണമെങ്കിൽ കൊലക്കുറ്റം തന്നെ ചുമത്തണമെങ്കിൽ അത് ഫോറൻസിക് റിപ്പോർട്ടിൻ്റെ കൂടി കാര്യങ്ങൾ വരേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് പോലീസ് നിലവിൽ നിയമോപദേശത്തിന് ശ്രമിക്കുന്നത്. അവർക്ക് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം ഈ നരഹത്യ എന്ന രീതിയിലേക്ക് തന്നെ ചുമത്തി മുന്നോട്ട് പോകാനാണ്. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കൂടുതൽ ചോദ്യം ചെയ്യും. ഇയാളുടെ സുഹൃത്തുക്കളിലേക്കും അന്വേഷണം നീളുന്നുണ്ട്. കാരണം ഈ പെൺകുട്ടിയെ അപായപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങളോ ഇവരുമായിട്ട് സംസാരിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇയാളുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലം കണക്കിലെടുത്തുകൊണ്ടാണ് ആ രീതിയിൽ പോലീസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇയാൾക്കെതിരെ 3 കേസുകൾ നിലവിലുണ്ട്. ഇയാൾക്ക് ലഹരി ഇടപാടുമായി ബന്ധമുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് നിൽക്കുന്നത്. നേരത്തെ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പീരുമേട് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ടാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. ഇയാളുടെ സുഹൃത്തുക്കളും ഒപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ ഇവരിൽ നിന്നുകൂടി മൊഴിയെടുത്തുകൊണ്ടാണ് ഇനിയുള്ള ഒരു കേസിൻ്റെ ഒരു മുന്നോട്ട് പോക്ക് എന്ന് പറയുന്നത്. എന്തായാലും കസ്റ്റഡി അപേക്ഷ നൽകും. 5 ദിവസത്തെ ഒരു കസ്റ്റഡി അപേക്ഷയാണ് പോലീസ് സമർപ്പിക്കുന്നത്. അതിനുശേഷമായിരിക്കും മറ്റു കാര്യങ്ങളിലേക്ക് അടക്കം പോലീസ് കടക്കുകയും ചെയ്യുന്നത്. നിലവിൽ ശേഖരിച്ചിരിക്കുന്ന തെളിവുകളെല്ലാം തന്നെ അതിനും അപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും കൂടി കണ്ടെത്താൻ കഴിയുമോ എന്ന കാര്യങ്ങളാണ് പോലീസ് പരിശോധിക്കുന്നത്. ഈ ഭാഗത്ത് CCTV ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതലായി പോലീസ് ശേഖരിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ പെൺകുട്ടി മരണപ്പെട്ടതിനു ശേഷം ഈ കേസിൻ്റെ സ്വഭാവം മുഴുവനായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ കൂടുതൽ തെളിവുകളിലേക്ക് നീങ്ങുക എന്നതാണ് പോലീസിന് നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം. അതുകൊണ്ട് ആനുപാതികമായ മറ്റ് തെളിവുകൾ കൂടി പോലീസ് ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ ഇതിനു മുൻപ് വന്നിരിക്കുന്ന കാര്യങ്ങളടക്കം ഒപ്പം പരിസരവാസികൾ നൽകിയ പരാതി അടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവരുമായി മറ്റേതെങ്കിലും രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. എന്തായാലും ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. ഒരുപക്ഷെ കോടതി അടുത്ത ദിവസമായിരിക്കാം ഇത് പരിഗണിക്കുക എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. രഞ്ജിത്ത്. ശരി. ധനുവച്ചപുരത്ത് റിട്ടയർഡ് നഴ്സിംഗ് അസിസ്റ്റന്റ് സെലീനാമയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത. നാളെ സെലീനാമയുടെ കല്ലറ തുറന്ന് പരിശോധിക്കും. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ നൽകിയ പരാതിയിലാണ് നടപടി. മരണാനന്തര ചടങ്ങിന്റെ ഭാഗമായി മൃതദേഹം കുളിപ്പിച്ചപ്പോൾ സെലീനാമയുടെ ദേഹത്ത് മുറിവും ചതവും കണ്ടെത്തിയിരുന്നു. അപ്പോഴാണ് ഇവർക്ക് അസുഖം വന്നിട്ട് ഇവർ കൂടെ പോകാനൊരു ഇവരെ പോലത്തെ ഒരു പ്രായമുള്ളൊരു സ്ത്രീ വരും. സ്വർണ്ണമാല പോയിട്ട് വേറെ ഗോൾഡ് മാല ഇട്ട് കൊടുത്തു. പിന്നെ 2 വള അല്ലെങ്കിൽ ഒരു വള അവർ കൊണ്ടുപോയി, ഒരു വള ഉണ്ട് കയ്യിൽ. അരുൺ മോഹൻ വിവരങ്ങൾ പങ്കുവെക്കും. അരുണ്, ഈ ദുരൂഹത ഉന്നയിച്ചിരിക്കുന്നത് ബന്ധുക്കളാണ്. ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു. എന്താണ് ഈ മരണത്തിൽ ഒരു സംശയം ഇപ്പോൾ ഉണ്ടാവാൻ കാരണം? അരുൺ, കേൾക്കാമോ? കേൾക്കാം. രഞ്ജിത്ത്, ഇന്നാണ് നമ്മുടെ ഈ സെലീന അമ്മയുടെ മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്താൻ പോകുന്നത്. ഈ പറയുന്ന വൈദ്യവിളാകത്ത് താമസിച്ചിരുന്ന സെലീന അമ്മ എന്ന ആരോഗ്യവകുപ്പിലെ ജീവനക്കാരിയെ കഴിഞ്ഞ 17-ാം തീയതിയായിരുന്നു വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവർ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു. ഒരു സഹായി കൂടെ ഉണ്ടായിരുന്നു. മക്കളുമായിട്ടല്ല താമസിച്ചിരുന്നത്. 17-ാം തീയതി ആയിരുന്നു ഉച്ചയോടുകൂടി മരണവിവരം അറിഞ്ഞ് മക്കൾ എത്തുന്നു. ഈ വാർഡ് മെമ്പറുടെയൊക്കെ സാന്നിധ്യത്തിൽ മരണം സ്ഥിരീകരിച്ചതിന് ശേഷം മരണാനന്തര കർമ്മങ്ങൾ നടത്തി പിരിയുകയായിരുന്നു. തുടർന്ന് നടത്തിയ ഇവരുടെ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു അന്വേഷണം കൂടുതൽ സംശയം ഉണ്ടായെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഒപ്പം മൃതദേഹം കുളിപ്പിക്കാനെടുത്തപ്പോൾ ശരീരത്തിൽ ചില പാടുകൾ കണ്ടുവെന്നും ചില ആൾക്കാർ പറഞ്ഞതോടെ മകൻ രാജു ആണ് പാറശാല പോലീസിൽ സമീപിച്ചത്. പാറശാല പോലീസ് RDOക്ക് നൽകിയ അപേക്ഷയെ തുടർന്ന് ഉത്തരവ് ലഭിക്കുകയായിരുന്നു. ഇന്ന് 11 മണിയോടുകൂടി ഈ പറയുന്ന കുന്നത്തുകാലിന് സമീപത്തുള്ള മണിവിടയിലെ ശ്മശാനത്തിൽ നിന്നും ഈ പറയുന്ന മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്തും. രഞ്ജിത്ത്. ശരി, അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്ക് പോകണമത് ബാലരാമപുരം കൊലപാതകത്തിലെ ദുരൂഹത നീക്കാനായുള്ള പോലീസിന്റെ ശ്രമമാണ്. പ്രതിയായ ഹരികുമാറിനെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. മാനസികാരോഗ്യ വിദഗ്ധന്റെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. VV അരുൺ ചേരും. അരുൺ, ഇതിൽ ഇന്ന് പോലീസിന്റെ നീക്കങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനം ഹരികുമാറിന്റെ കസ്റ്റഡി അപേക്ഷ നേരത്തെ പോലീസ് നൽകിയതാണ്. ഇന്ന് ഹരികുമാറിനെ പോലീസിന്റെ കസ്റ്റഡിയിൽ കിട്ടും, ചോദ്യം ചെയ്യാനായി കിട്ടും. എത്ര ദിവസം കിട്ടുമെന്ന കാര്യത്തിൽ കോടതിയുടെ തീരുമാനമാണ് നിർണായകമാകും, അല്ലെങ്കിൽ കോടതിയാണ് തീരുമാനിക്കേണ്ടത്.
ഹരികുമാറിനെ പരമാവധി കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. നേരത്തെ ഈ കൊലപാതകം നടന്ന ദിവസം രാവിലെ മുതൽ ഇയാളെ ചോദ്യം ചെയ്തെങ്കിലും പോലീസിനെ വട്ടം ചുറ്റിക്കുന്ന, പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കുന്ന മറുപടികളാണ് പലപ്പോഴും ഹരികുമാർ നൽകിയത്. അതുകൊണ്ടാണ് എന്താണ് ഈ കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണം, യഥാർത്ഥ ലക്ഷ്യമെന്ന കാര്യത്തിൽ പോലീസിന് ഇപ്പോഴും ഒരു വ്യക്തത ഇല്ലാത്തത്. പോലീസ് ഇരുട്ടിൽ തപ്പുന്നത് ഇയാളുടെ ഈ മൊഴി നൽകലിന്റെ ചോദ്യം ചെയ്യലുമായി സഹകരിക്കാത്ത സമീപനമാണ്. ശ്രീതുവും ആദ്യഘട്ടത്തിൽ അങ്ങനെയാണ് പോലീസിനോട് പെരുമാറിയത്. താൻ ഒറ്റയ്ക്കാണ് കൊല ചെയ്തതെന്ന് ഇപ്പോൾ ഹരികുമാർ സമ്മതിക്കുന്നു. പക്ഷേ കുറച്ചു കഴിയുമ്പോൾ അയാളത് മാറ്റിപ്പറയുകയും ചെയ്യുന്നു. ഇതാണ് പോലീസിനെ കുഴയ്ക്കുന്നത്. 2-3 കാര്യങ്ങളിലാണ് പ്രധാനമായും പോലീസിന് വ്യക്തത വേണ്ടത്. ഒന്ന്, ശ്രീതുവിന്റെ പങ്ക് എന്താണ്, ശ്രീതുവിന് ഈ കൊലപാതകത്തിലുള്ള പങ്ക്, ശ്രീതു കൂടി അറിഞ്ഞുകൊണ്ടാണോ ഈ ഒരു കൊലപാതകം നടത്തിയത്? മറ്റൊന്ന്, ഈ വിവാദ ജോത്സ്യൻ പ്രദീപ് കുമാറിന്റെ ഇതിലെ പങ്കെന്താണ്? അത്തരമൊരു ഉപദേശം, കുട്ടി ജനിച്ചാൽ ജനിച്ചതിന് ശേഷമാണ് കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിരത നഷ്ടമായത്, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായത് എന്ന ഉപദേശം, അതുകൊണ്ട് കുട്ടിയെ ഇല്ലാതാക്കണമെന്ന ഉപദേശം ജോത്സ്യൻ നൽകിയിട്ടുണ്ടോ? മറ്റൊന്ന്, ഇതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ആഭിചാര ക്രിയകൾ വീട്ടിൽ നടന്നിട്ടുണ്ടോ? ഒരു കാര്യം കൂടി വ്യക്തമാക്കേണ്ടുള്ളത്, സാമ്പത്തിക പ്രതിസന്ധിയാണോ കാരണം? എങ്കിൽ എന്താണ് സാമ്പത്തിക പ്രതിസന്ധി? ശ്രീതു പറയും പോലെ 30 ലക്ഷം രൂപ ഈ പ്രദീപ് കുമാർ എന്ന ജോത്സ്യന് നൽകിയിട്ടുണ്ടോ? അത് അയാൾ തിരിച്ചു കൊടുക്കാത്തവരെ സാമ്പത്തിക പ്രതിസന്ധി തള്ളിവിട്ടോ? അതും കൊലപാതകത്തിന് കാരണമായിട്ടുണ്ട്. ഇങ്ങനെ പല ചോദ്യങ്ങളാണ് ഇതിൽ അവശേഷിക്കുന്നത്. അതിൽ വ്യക്തത വരുത്താനാണ് ഹരികുമാറിനെ ചോദ്യം ചെയ്യുന്നത്. ഹരികുമാർ മാനസിക അസ്വാസ്ഥ്യമുള്ള ആളാണ്, മനോരോഗത്തിന് ചികിത്സ തേടിയിട്ടുള്ള ആളാണ് എന്നൊരു പരാമർശം കുടുംബാംഗങ്ങൾ പലപ്പോഴും നൽകിയിട്ടുണ്ട്. അതിൽ സത്യമുണ്ട്, എത്രത്തോളം വസ്തുതയുണ്ട്, അക്കാര്യങ്ങളും പരിശോധിക്കും. അയാളെ പോലീസിനെ ഒറ്റയ്ക്ക് ചോദ്യം ചെയ്തിട്ട് പലപ്പോഴും അയാളുടെ ഉള്ളിലിരിപ്പ് അറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഒരു മാനസിക രോഗ വിദഗ്ധന്റെ സഹായത്തോടു കൂടി ഹരികുമാറിനെ ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറെടുക്കുന്നത്. ഈ കസ്റ്റഡി വാങ്ങി ചോദ്യം ചെയ്യുമ്പോൾ പ്രധാനമായും അതാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. അയാളുടെ മൊഴിയിൽ നിന്ന് അയാൾ ചോദ്യം ചെയ്ത് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരാനുള്ളത്. അത് ലഭിച്ചാൽ മാത്രമേ ഈ കേസിന്റെ ഈ കൊലപാതക യഥാർത്ഥ കാരണത്തിലേക്ക് പോലീസിനെത്താനാകൂ. അതുകൊണ്ട് ഇന്ന് ഹരികുമാറിനെ കസ്റ്റഡി വാങ്ങി ചോദ്യം ചെയ്യും. ശ്രീതുവിനെയും പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. ശ്രീതുവിന്റേത് നിലവിൽ ശ്രീതു കൊലപാതക കേസിലെ പ്രതിയല്ല, പക്ഷേ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതിയാണ്. അതിൽ ശ്രീതുവിന്റെ എങ്ങനെയാണ് ശ്രീതു പൈസ തട്ടിച്ചത്, ഇനി അത് കൂടുതൽ പരാതികൾ വരാനിടയുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയ്ക്ക് വേണ്ടി ശ്രീതുവിനെയും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ശ്രീതുവിനുള്ള അപേക്ഷ ഇന്ന് കോടതിയിൽ നൽകും. ശരി, വി അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് മറ്റു വാർത്തയിലേക്ക് പോകണം. അത് നെന്മാറ ഇരട്ടക്കൊലപാതകത്തിലെ ചെന്താമരയുടെ കസ്റ്റഡി ആവശ്യപ്പെട്ട പോലീസ് ഇന്ന് അപേക്ഷ സമർപ്പിക്കുമെന്നുള്ളതാണ്. നാളെ ശക്തമായ സുരക്ഷാ വലയത്തിൽ തെളിവെടുപ്പ് നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഈ സമയം ഡ്രോൺ നിരീക്ഷണവും ശക്തമാക്കും. ഷംന, എന്തൊക്കെയാണ് വിവരങ്ങൾ? കാരണം നാട്ടുകാരുടെയൊക്കെ വലിയ എതിർപ്പ് ഉണ്ടാകാനുള്ള പശ്ചാത്തലമുണ്ട്. എന്തായിരിക്കും പോലീസ് ഇതിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ? രഞ്ജിത്ത്, നാളെയാണ് ഈ പ്രതിയെ തെളിവെടുപ്പിനായി എത്തിയിരിക്കുന്നത്. ഇന്ന് ആലത്തൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രതിക്കായുള്ള കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. 2 ദിവസത്തെ കസ്റ്റഡിക്കായിരിക്കും അപേക്ഷ സമർപ്പിക്കുന്നത്. ഒപ്പം നാളെ തെളിവെടുപ്പിനെയും നാട്ടുകാരുടെ രോഷം കണക്കിലെടുത്താണ് വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ സംവിധാനം അല്ലെങ്കിൽ സന്നാഹം ഒരുക്കിയിട്ടുള്ളത്. 100-ലധികം പോലീസ് ഉദ്യോഗസ്ഥരുണ്ടാകും. ഒപ്പം തന്നെ ഈ ഡ്രോൺ നിരീക്ഷണം അടക്കമുള്ള കാര്യങ്ങളുണ്ടാകും. കാരണം ഈ ആദ്യഘട്ടം മുതൽ തന്നെ ഈ പ്രതിക്കെതിരെ നാട്ടുകാരുടെ ഒരു രോഷം അത് വളരെ കൃത്യമായി തന്നെ പ്രകടമായതാണ്. ഈ പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച സമയത്തടക്കം, പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്നതടക്കം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായതാണ്. അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഈ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കും. ഒപ്പം തന്നെ ഈ നേരത്തെ പ്രതിയുടെ സുരക്ഷ കണക്കിലെടുത്ത് വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് പ്രതിയെ മാറ്റിയിരുന്നു. ഈ ഘട്ടത്തിലൊക്കെ വലിയ രീതിയിൽ നാട്ടുകാരുടെ ഈ രോഷം മാത്രമാണ് പോലീസ് ചൂണ്ടിക്കാട്ടിയിരുന്നത്. സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ തെളിവെടുപ്പിനെത്തുന്ന സമയത്തും അത്തരം ഒരു നടപടിയിലേക്ക് നീങ്ങുന്നത്. ഒപ്പം തന്നെ ഈ പോലീസിനെതിരെ കൂടി നാട്ടുകാരുടെ വലിയ രീതിയിലുള്ള ഒരു രോഷം അത് നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. കാരണം പല ഘട്ടത്തിലായി ഈ പോലീസിനോട് ഈ നാട്ടുകാർ ഈ പ്രതിയെ കുറിച്ച് പരാതി നൽകിയിരുന്നു. അതായത് ഈ പ്രതി സുധാകരനും കുടുംബത്തിനും മാത്രമല്ല മറ്റ് സമീപവാസികൾക്ക് കൂടി വധഭീഷണി മുഴക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാർ പലപ്പോഴായി പോലീസിന് പരാതി നൽകിയിരുന്നു. പക്ഷെ അപ്പോഴൊന്നും പോലീസ് ഒരു ഘട്ടത്തിൽ പോലും അത് ഗൗരവത്തിലെടുത്തിട്ടില്ല. അല്ലെങ്കിൽ ഈ കോടതി ജാമ്യം അനുവദിച്ച പ്രതിയാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്നായിരുന്നു പോലീസിന്റെ മറുപടി. ഈ പ്രതി ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ടാണ് നെന്മാറയിൽ എത്തിയത്. പക്ഷെ അതുപോലും പോലീസ് ചൂണ്ടിക്കാട്ടിയിരുന്നില്ല. ഒപ്പം തന്നെ ഈ പ്രതി വധഭീഷണി മുഴക്കിയിട്ടല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിട്ടല്ലേ ഉള്ളൂ, മറ്റ് അക്രമങ്ങളൊന്നും നടത്തിയില്ലല്ലോ എന്നായിരുന്നു പോലീസിന്റെ മറുപടി. അപ്പോൾ ഈ ഘട്ടത്തിൽ തന്നെ പോലീസിനെതിരെ കൂടി നാട്ടുകാരുടെ വലിയ രീതിയിലുള്ള ഒരു രോഷമുണ്ട്. കാരണം പോലീസ് ഒരു
കാര്യക്ഷമമായി ആ പരാതി കേട്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഗൗരവത്തിൽ എടുത്തിരുന്നെങ്കിൽ ഈ കൊലപാതകങ്ങൾ നടക്കില്ലായിരുന്നു എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഈ ഘട്ടത്തിൽ തന്നെ പോലീസിനെതിരെ കൂടി വലിയ രീതിയിലുള്ള രോഷം നിലനിൽക്കുന്നത് കൊണ്ട് തെളിവെടുപ്പ് അത് എത്ര കണ്ട് സുതാര്യമാകുമെന്നത് ഒരു വലിയ ചോദ്യമാണ്. ഒപ്പം തന്നെ ഈ പ്രതിയുടെ സാധാരണ ഒരു തെളിവെടുപ്പിനപ്പുറത്തേക്ക് ഈ കുറ്റകൃത്യം പുനരാവിഷ്കരിക്കൽ അടക്കമുള്ള നടപടികളിലേക്കാണ് നീങ്ങുക. കാരണം ഈ കൊലപാതകം നേരിട്ട് കണ്ട ദൃക്സാക്ഷികളില്ല. അതോടൊപ്പം തന്നെ ഈ പ്രതിയുടെ മൊഴി അത് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ ഇതുവരെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. കാരണം പല ഘട്ടങ്ങളിൽ ഈ വിഷം കഴിച്ചു എന്നതുൾപ്പെടെ പല ഘട്ടങ്ങളിൽ കേസന്വേഷണം വഴിതെറ്റിക്കുന്ന തരത്തിൽ പ്രതി മൊഴി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പ്രതിയുടെ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ പോലീസിന് സാധിക്കില്ല. അതുകൂടി ചൂണ്ടിക്കാട്ടി കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ കുറ്റകൃത്യം പുനരാവിഷ്കരിക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുന്നത്. ഒപ്പം തന്നെ ഈ പ്രതിയുടെ വീട്ടിൽ നിന്നും ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച വെട്ടുകത്തി ഉൾപ്പെടെ പോലീസ് കണ്ടെത്തിയിരുന്നു. അത് മറ്റ് ഫോറൻസിക് പരിശോധനയ്ക്കടക്കം വിധേയമാക്കിയിട്ടുണ്ട്. എന്തായാലും ആ തെളിവുകൾ കൂടി മറ്റൊന്ന് ഈ പ്രതിക്കെതിരെ നാട്ടുകാരുടെ മൊഴി ഇതെല്ലാം കണക്കിലെടുത്താവും കേസന്വേഷണത്തിന്റെ ഷംനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൊല്ലം പരവൂരിൽ തെക്കുംഭാഗം ഗ്രൗണ്ടിന്റെ ശോച്യാവസ്ഥ ചൂണ്ടിക്കാട്ടി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട യുവാവിന് മർദ്ദനമേറ്റതായി പരാതി. പരവൂർ സ്വദേശി ഷാൻ സിറാജിനാണ് മർദ്ദനമേറ്റത്. ഇടതുപക്ഷത്തിന്റെ തെക്കുംഭാഗം വാർഡ് കൗൺസിലർ സനൽ മർദ്ദിച്ചുവെന്നാണ് പരാതി. കാലിന് പൊട്ടലേറ്റ യുവാവ് നെടുങ്കോലം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പോലീസ് കേസെടുത്തു. രാവിലെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.